മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവ സ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവ സ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. സ്ട്രെസ്സിന് സൈക്കോളജിക്കലി ഒത്തിരി ഡെഫിനിഷൻസ് ഉണ്ട്. ഒത്തിരി ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്കോളേഴ്സ് ഒത്തിരി ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇച്ചൂടെ ആപ്റ്റായിട്ട് തോന്നുന്ന ഒരു വേർഡ് എന്ന് പറയുന്നത് പ്രഷറാണ്. നമുക്ക് പ്രഷർ അനുഭവിക്കാത്ത ഒരു മനുഷ്യനും കാണിയല്ല. തീർച്ചയായിട്ടും ചേട്ടൻ പറഞ്ഞതുപോലെ ശരിക്കും പ്രഷർ തന്നെയാണ് ശരിക്കും പറഞ്ഞ സ്ട്രെസ്സ്. നമ്മുടെ നേഴ്സസിൻ്റെ ലൈഫിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കായിരിക്കും ശരിക്കും കൂടുതൽ കാര്യങ്ങൾ ഈ സ്ട്രെസ്സിനെ കുറിച്ച് പറയാനുണ്ടാവുക. ഞാൻ നേഴ്സായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആ സമയങ്ങളിൽ ജോലിയൊക്കെ ഭയങ്കര ഹെക്റ്റിക്കായിരുന്നു. നല്ല തിരക്കുള്ള സമയം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പ്രഷറായിരുന്നു. അപ്പോൾ ഈ സമയങ്ങളൊക്കെ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന സാലറിയുടെ ഒരു ഒട്ടുമിക്ക പൈസയും ഞാൻ ചിലവാക്കിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് ഷോപ്പിങ്ങിന് പോവുക, ഫ്രണ്ട്സുമായിട്ട് പുറത്ത് പോവുക, മൂവി കാണുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു. പിന്നെ അത് ഏറ്റവും പ്രധാനമാണ് സ്നേഹം. നമ്മളിൽ സ്നേഹം ഉണ്ടെങ്കിൽ നമ്മുടെ മുമ്പിലിരിക്കുന്ന ഒരു രോഗിയാകട്ടെ, ഒരു ഫാമിലി ആകട്ടെ, എന്തൊരു സിറ്റുവേഷൻ ആകട്ടെ, അവരുടെ ആ തലത്തിലേക്ക് ഇറങ്ങി നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും നമ്മളിൽ സ്നേഹം നിറഞ്ഞാൽ. ഇത് പറയുമ്പോൾ ഞാനൊരു വചനം ഓർക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-12 തിരുവചനം ഇങ്ങനെ പറയുന്നു: മറ്റുള്ളവർ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണോ നിങ്ങൾ ആഗ്രഹിക്കുന്നു അത് നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുവിൻ. നമ്മൾക്ക് ആ ഒരു വാല്യൂ ഇതിനകത്ത് കൂടുതൽ കാണുന്നുണ്ട്. ഒരു നഴ്സ് എന്ന നിലയിൽ നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ബലഹീനതയിൽ നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾക്ക് നിത്യസഹായകനായിട്ട് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഷെർലി ചേച്ചിയെ കേട്ടുവല്ലോ. എത്ര മനോഹരമായിട്ടാണ് ചേച്ചി സ്ട്രെസ്സിനെ സ്പിരിച്വലി ഹാൻഡിൽ ചെയ്തത്. ഇനി നമുക്ക് നമ്മുടെ ഡിസ്കഷൻ്റെ അടുത്ത ലെവലിലേക്ക് പോകാം. സ്ട്രെസ്സിനെ കുറിച്ച് പറയുമ്പോൾ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ് കോപം. ശരിക്കും പറഞ്ഞാൽ സ്ട്രെസ്സ് വരുമ്പോൾ നമ്മൾ ദേഷ്യപ്പെടാറില്ലേ? നമ്മൾ വീട്ടിലാണെങ്കിൽ പോലും പെട്ടെന്ന് സ്ട്രെസ്സ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം വരും. ശരിക്കും ഈ ക്വസ്റ്റ്യൻ ഞാൻ ചേച്ചിയിലേക്ക് കൊണ്ടുവരികയാണ്. ചേച്ചി ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ചേച്ചി അവിടെ ഡ്യൂട്ടി ഷെഡ്യൂളിൽ ചിലപ്പം ബിസി ഷെഡ്യൂളായിരുന്നിരിക്കാം, ചിലപ്പോൾ ആരെങ്കിലും ദേഷ്യപ്പെട്ട് കാണും. പക്ഷെ വീട്ടിലേക്ക് വരുമ്പോഴത്തേന് ചേച്ചിക്ക് കാണുന്നത് വീട് മൊത്തം അലങ്കോലപ്പെട്ട് കിടക്കുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഇഷ്യൂസ്. ചേച്ചി ദേഷ്യപ്പെടാറുണ്ടോ? തീർച്ചയായിട്ടും സാജ, നമ്മളത് ദേഷ്യപ്പെടും. നമ്മൾ മാനസികമായിട്ട് നമ്മൾ തലത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും. വീടലങ്കോലമായി കിടക്കുന്നതും പിള്ളേർ പുറത്തൊക്കെ കാണിക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് ദേഷ്യം വരും. അപ്പോൾ ഇതിൻ്റെ ഇമ്പാക്റ്റ് ഫാമിലി ലൈഫിലും ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഇതിൻ്റെ ഇമ്പാക്റ്റ് ഫാമിലി ലൈഫിലുണ്ട്. പക്ഷെ നമ്മൾ അത് എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇതിൻ്റെ എഫക്റ്റ്. ഇതിന് ഈശോയുടെ പ്രവർത്തന ശൈലി കൊണ്ടുവന്നു മതി സാജ. ഈശോയും കോപിച്ചിരുന്നില്ലേ? തീർച്ചയായും. കോപം ഉണ്ടാവാവുന്ന പല സാഹചര്യങ്ങളിലും ഈശോ ശാന്തനായിരുന്നു. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം, പാപിനിയായ സ്ത്രീയെ കൊണ്ടുവരുമ്പോൾ ഈശോ ഹൃദയാർദ്രതയോടുകൂടിയാണ് പെരുമാറിയത്, അല്ലേ? അതുപോലെ തന്നെ ഒരുമിച്ചുണ്ട് ഉറങ്ങി കൂടെ നടന്ന യൂദാസ് ഈശോയെ ഒറ്റുകൊടുത്തപ്പോൾ എന്താ സംഭവിച്ചേ? തീർച്ചയായിട്ടും. ഞാനൊരു ഇൻസിഡൻറ്റ് പറയാം. ഞാൻ സൺഡേ സ്കൂളിൽ ഈ ഭാഗം ഇങ്ങനെ പിള്ളേർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു പിള്ളേരോട്, ഞാൻ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങളോട് ചോദിച്ചു, യൂദാസ് ഒറ്റിക്കൊടുക്കാൻ വന്നപ്പം ഈശോ അദ്ദേഹത്തെ വിളിച്ച പേര് സ്നേഹിത, ചുംബിച്ചുകൊണ്ടാണോ നീ മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ ചോദിക്കാൻ പറ്റണമെങ്കിൽ എന്തുമാത്രം ശാന്തതയോടെ ആണ് ഈശോ തൻ്റെ സഹോദരങ്ങളെ പരിഗണിച്ചത്. അപ്പം ഞാൻ ഈ പിള്ളേരോട് ചോദിച്ചപ്പം നിങ്ങളാണ് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പം ഒരു ബിരുദൻ എന്നോട് തിരിച്ചു ചോദിക്കുക, സാറ് ആണ് എന്ത് ചെയ്യുമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കൊരിക്കലും പറ്റിയല്ല, ബിക്കോസ് ഐ ആം എ ഹ്യൂമൻ ബീയിങ്. നമ്മളെല്ലാവരും മനുഷ്യരാണ്, പക്ഷേ നമ്മൾ ആ ലെവലിലോട്ട് വളരണം. ശരിക്കും ഇതൊക്കെ സാധ്യമാണോ ചേട്ടാ? വചനം നമ്മളെ പഠിപ്പിക്കുന്നു, അവരിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവനോടൊത്ത് സഹിക്കാനും നാം വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്ന ഫിലിപ്പിയർ 1:29. ചേട്ടൻ ഈ പറഞ്ഞതുപോലെ സത്യമാണ്. നമുക്ക് ഈശോയുടെ ജീവിതശൈലി കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കൊണ്ടുവരാൻ പറ്റും. പക്ഷെ നമ്മൾ അതിനുവേണ്ടി വില കൊടുക്കണം. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ചില സിനിമകളിൽ ചില ആക്ടേഴ്സ് ആ ഒരു കഥാപാത്രം അവതരിപ്പിക്കണമെങ്കിൽ ആ
ആ അവതരിപ്പിക്കാൻ പോകുന്ന വ്യക്തിയുടെ കൂടെ പോയി അല്ലെങ്കിൽ അവരുടെ കൂടെ ഒരു 3-4 മാസം അല്ലെങ്കിൽ 6 മാസം അല്ലെങ്കിൽ 1 വർഷം അവരുടെ കൂടെ ജീവിച്ച് അവരുടെ നേച്ചർ എന്താണ്, അവരുടെ പ്രവർത്തന ശൈലി എങ്ങനെയാണ്, അവർ സംസാരിക്കുന്നത് എങ്ങനെയാണ്, അതായത് അവർ രാവും പകലും, ശരിക്കും പറഞ്ഞ് രാവും പകലും അവർ ആ വ്യക്തിയുടെ കൂടെയാണ് നടക്കുന്നതും എടുക്കുന്നതും എല്ലാം. അപ്പം ഓട്ടോമാറ്റിക്കലി ഈ വ്യക്തിയുടെ ഈ കഥാപാത്രത്തിലെ ഈ വ്യക്തിയുടെ ക്യാരക്ടർ ഈ കഥാപാത്രത്തിലേക്ക് വരികയാണ്, അതായത് ഈ ആക്ടറിന്റെ ഇതിലേക്ക് വരികയാണ്. അപ്പോൾ ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് എന്ന മൂവിയിലെ ജിം കാവിസൽ ഈശോയ്ക്ക് വേണ്ടി വിലമതിക്കുകയും ഈശോയായി ജീവിക്കുകയും ചെയ്തൊരു വ്യക്തിയാണ് ആ സിനിമയിൽ. അതായത് ഷൂട്ടിംഗ് തുടങ്ങിയപ്പോൾ മുതൽ എൻഡ് വരെ ഈശോയായിട്ട് തന്നെയാണ് ആ പുള്ളി അതിൽ ജീവിച്ചത്, അതായത് അഭിനയിക്കില്ലായിരുന്നു. ആ വ്യക്തി ഓരോ ഇന്റർവ്യൂവിലും പറയുന്നുണ്ട്, ഞാൻ ഈശോയായിട്ട് ഈശോയുടെ എല്ലാ സഹനങ്ങളും അതുപോലെ അനുഭവിച്ചു. ഈ വ്യക്തിക്ക് എനിക്കൊന്ന് ഷൂട്ടിങ്ങിന്റെ ഇടയിലെല്ലാം ഒത്തിരി കുരിശ് ചുമക്കുമ്പോഴൊക്കെ ഷോൾഡർ ഡിസ്ലൊക്കേഷൻ വരിക, എനിക്ക് തോന്നുന്നു ഒത്തിരി ഹാർട്ട് സർജറീസ് ഒക്കെ ചെയ്യേണ്ടി ഒത്തിരി സഹനങ്ങളിലൂടെ കടന്നുപോയി. പക്ഷെ പിന്നീട് എന്താ സംഭവിച്ചത്, ഈ വ്യക്തി ആക്ടർ എന്ന നിലയിൽ അവരുടെ സിനിമ കരിയർ തന്നെ മാറി. പിന്നെ ഇങ്ങോട്ടെല്ലാം റിലീജിയസ് പരമായിട്ടുള്ള മൂവീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്നു, ഈശോനെ പറ്റി പ്രഘോഷിക്കുന്നു, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്നു. അപ്പം നമ്മൾ ഇവിടെ പറയാനുള്ളത്, ഇങ്ങനെ നമ്മൾ വില കൊടുക്കുവാണെങ്കിൽ ത്യാഗങ്ങൾ വരും, സഹനങ്ങൾ വരും, വിഷമങ്ങൾ വരും. പക്ഷെ അതനുസരിച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പരിധി വരെ നമുക്ക് ഈശോയുടെ ജീവിതശൈലി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നീതു പറഞ്ഞതിനോട് കൂടി ഒരു കാര്യം കൂടെ ആഡ് ഓൺ ചെയ്യുകയാണ്. കൽക്കട്ടയിലെ വിശുദ്ധ മദർ തെരേസ തന്നെ കാണാൻ വന്നവരോട് പറഞ്ഞ ഒരു മെസ്സേജ്, ആദ്യം ഞങ്ങൾ ഈശോയെ ധ്യാനിക്കുന്നു, അതിനുശേഷം പ്രച്ഛന്നവേഷത്തിൽ തെരുവിലുള്ള ഈശോയെ ഞാൻ പരിചരിക്കുന്നു. ശരിക്കും എത്ര മനോഹരമായൊരു മെസ്സേജാണ്. ശരിക്കും നമ്മൾ ഈശോയെ സ്നേഹിക്കുമ്പോൾ, അല്ലെ ഈശോയെ നമ്മൾ ചിന്തിക്കുമ്പോൾ, അതുപോലെ തന്നെ ഈശോയെ ധ്യാനിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരിൽ ഈശോയെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ശരിയല്ലേ? അങ്ങനെ നമ്മൾ മറ്റുള്ളവരിൽ ഈശോയെ കാണുമ്പോൾ നമ്മുടെ ദേഷ്യം കുറയുന്നു, നമ്മുടെ ദൈവസ്നേഹം കൊണ്ട് നിറയുന്നു. അങ്ങനെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ട്രെസ്സിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നു. ശരിക്കും സ്പിരിച്വാലിറ്റിയിൽ ഏറ്റവും കണക്റ്റഡ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഇമോഷണൽ സ്ട്രെസ്. ശരിക്കും ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെ പാൻഡമിക്കിൻ്റെ സമയത്ത് ശരിക്കും നമ്മൾ എത്രമാത്രം ടെൻഷൻ അനുഭവിച്ചിട്ടുണ്ടാവും. ശരിക്കും നമ്മുടെ ഫാമിലിയെ നമ്മൾ ഓർത്തിട്ടുണ്ടാവും, അതുപോലെ തന്നെ നമ്മുടെ പേഷ്യൻസിനെ, ശരിക്കും നമ്മുടെ ഫാമിലി, പിന്നെ അതുപോലെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. അതുപോലെ ഞാൻ കണ്ടൊരു കാര്യമാണ്, ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന സമയത്ത് ശരിക്കും പാൻഡമിക്കിൻ്റെ ആദ്യത്തെ സിറ്റുവേഷനിൽ ഒരാൾ മാസ്കുമായിട്ട് നടന്നു വരുന്നു. നമ്മളങ്ങനെ കണ്ട് ഇതില്ല. ശരിക്കും നമുക്ക് അങ്ങനെ ഒരു അനുഭവം. ഇത് പറയുമ്പോൾ ഒരു കാര്യം എനിക്ക് പറയാം, നമ്മുടെ മുമ്പിൽ ഇതെങ്ങനെ മാനേജ് ചെയ്യണമെന്നൊരു മോഡൽ നമ്മുടെ മുമ്പിലില്ല. ഇല്ലായിരുന്നു. അതാണ് ഏറ്റവും പ്രശ്നമായിട്ട്. നമുക്ക് ഇതെങ്ങനെ മാനേജ് ചെയ്യുമെന്ന് ലോകം മുഴുവൻ സ്തംഭിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി. നമ്മളൊരു സെൽഫ് ഐസൊലേറ്റഡ് ആയി പോയിരിക്കുന്ന ഒരു അവസ്ഥയല്ല. തീർച്ചയായും. ശരിക്കും ഒരു വല്ലാത്ത ഒരു അവസ്ഥയിലൂടെയാണ് നമ്മുടെ നേഴ്സുമാരെല്ലാം കടന്നുപോയത്. ശരിക്കും ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ഇമോഷണൽ സ്ട്രെസ്സിനെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് സ്പിരിച്വാലിറ്റിയോടെ നമുക്ക് നീക്കം ചെയ്യാൻ പറ്റും. നിങ്ങളുടെയൊക്കെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? നിങ്ങൾക്കൊക്കെ എങ്ങനെ അതിനെ മാനേജ് ചെയ്യാൻ കഴിഞ്ഞു എന്നൊന്ന് പറയാമോ? സഹജ പാൻഡമിക് കാലഘട്ടത്തിൽ നമ്മൾ ഭയങ്കര സ്ട്രെസ്സിലൂടെയൊക്കെ കടന്നുപോയ സമയത്ത് നമ്മുടെ സ്പിരിച്വൽ ഫാദർ ആയിരുന്ന അച്ഛന് നമുക്ക് എന്നും ഒരു മെസ്സേജ് ഇടുമായിരുന്നു. നമുക്ക് എല്ലാ ഗ്രൂപ്പുകളിലേക്കും ഒരു മെസ്സേജ് വരുമായിരുന്നു അച്ഛന്, ഇതെല്ലാം കടന്നു പോകുമെന്ന് പറഞ്ഞു. അനുദിന വിശുദ്ധ ബലിയിൽ അച്ഛൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അതുപോലെ ദൈനംദിന പ്രാർത്ഥനകൾ നമ്മളെ കൊടുത്തു. അങ്ങനെയെല്ലാം നമുക്ക് അങ്ങനെ ഒരു ഭയങ്കര ധൈര്യം തരുന്നുണ്ട്. ഇതൊക്കെ നമുക്കൊരു ഭയങ്കര ആത്മശക്തിയായിരുന്നു, നമുക്ക് നല്ല ധൈര്യം തരുന്നുണ്ടായിരുന്നു അച്ഛൻ. ഇങ്ങനെ എന്നും ആ മെസ്സേജുകൾ നമുക്ക് എല്ലാ ദിവസങ്ങളും വരുമ്പോൾ നമ്മളത് കേട്ടിട്ട് പോകുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര ധൈര്യമായിരുന്നു അതൊക്കെ. ചേച്ചി ഇപ്പോൾ പറഞ്ഞതുപോലെ നമ്മുടെ സ്പിരിച്വൽ അല്ലെങ്കിൽ ആത്മീയ ഗുരുക്കന്മാരോട് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞ പോലെ കൂട്ടായ്മ ഏറ്റവും വലിയൊരു ഫാക്ടറായിരുന്നു. അതായത് കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സഹായം അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് വലിയൊരു കാര്യമായിരുന്നു. പ്രത്യേകിച്ച് നമുക്ക് കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്കൊരു ആത്മീയപരമായിട്ട് മാത്രമല്ല ഭൗതികപരമായിട്ടും നമുക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. അതായത് നമുക്ക് എന്ത് വിഷമങ്ങൾ വന്നാലും നമ്മളിപ്പം നമ്മുടെ ഗ്രൂപ്പിലേക്ക് എന്തെങ്കിലും ഒരു വിഷമങ്ങൾ അല്ലെങ്കിൽ ഒരു സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിലേക്ക് ഒരു പ്രാർത്ഥനാ സഹായം റിക്വസ്റ്റ് ചെയ്ത് ഈവൻ നമുക്കറിയാത്ത പലരുമാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളത്. അപ്പം അതിൽ നിന്ന് കിട്ടുന്ന ഒരു റിലീഫ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ശക്തിയായിരുന്നു. അപ്പോൾ കൂട്ടായ്മയും ഈ പറഞ്ഞ പോലെ നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഈ മെസ്സേജിൽ നിന്ന് എന്നെ ടച്ച്ഫുള്ളായിട്ട് തോന്നിയ ഒരു കാര്യം, അച്ഛനെ എല്ലാ ദിവസവും മെസ്സേജ് അയക്കുമ്പോഴും ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതെല്ലാം കടന്നു പോകും, ഒന്നും പേടിക്കണ്ട. ഇതൊരു ഭയങ്കര
ഊർജ്ജവും ശക്തിയായിരുന്നു നമുക്ക്. ചേച്ചി പറഞ്ഞല്ലോ ആത്മീയ ഗുരുക്കന്മാരുടെ പ്രാധാന്യത്തെക്കുറിച്ച്. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ആപ്റ്റായ വ്യക്തി. നമുക്ക് അദ്ദേഹത്തെ കേട്ടിട്ട് തിരിച്ചു വരാം. നൃത്തത്തിലൂടെ ആത്മീയ വഴികളിൽ വ്യത്യസ്തനായ ഒരു യുവ വൈദികൻ, തൃശ്ശൂർക്കാരുടെ സ്വന്തം ആടും പാതിരി. അനേകം ഭക്തിഗാനങ്ങൾക്ക് മനോഹരമായ നൃത്താവിഷ്കാരങ്ങൾ ഒരുക്കി സമൂഹത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ നേടുമ്പോഴും ഞാൻ ഒരു നേഴ്സ് കൂടിയാണ് എന്നത് അച്ഛൻ എന്നും അഭിമാനത്തോടെ പറയാറുണ്ട്. കഴിവുകൊണ്ടും ദൈവസ്നേഹത്താൽ ജ്വലിക്കുന്ന സാന്നിധ്യം കൊണ്ടും അനേകം ഹൃദയങ്ങൾ കീഴടക്കി മുന്നേറുന്ന ഫാദർ അജിത് ചിറ്റിലപ്പള്ളി. അച്ഛന് ഖത്തർ നഴ്സസ് മിനിസ്ട്രി ഒരുക്കുന്ന ഈ കൊച്ചു പ്ലാറ്റ്ഫോമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഹായ് ഓൾ, ഇറ്റ്സ് മീ ഫാദർ അജിത് ചിറ്റിലപ്പള്ളി. തൃശ്ശൂർ അതിരൂപതയിലെ അംഗമാണ്. കണ്ടശങ്കടവ് ഇടവകപ്പള്ളിയിൽ അസിസ്റ്റൻ്റായി സേവനമനുഷ്ഠിക്കുന്നു. അസിസ്റ്റന്റ് വികാറാണ്. വളരെ സന്തോഷത്തോടെ നേഴ്സസ് മിനിസ്ട്രിയിലെ ഒരു ചെറിയൊരു ഒരു പ്രസൻസ് എനിക്ക് അറിയിക്കാൻ പറ്റിയെന്നുള്ളത്. എന്നെ ഇങ്ങനെ വിളിച്ചതിന് പ്രത്യേകം നന്ദി പറയാണ്. വിളിക്കാനുള്ള കാരണം എനിക്കറിയാം. ഞാനൊരു സ്റ്റാഫ് നേഴ്സായിരുന്നു. സെമിനാരി കയറുന്നതിന് മുൻപ് അമല മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ഞാൻ സ്റ്റാഫ് നേഴ്സായിരുന്നു. 1.5 വർഷം കാത്തലാബ് യൂണിറ്റിൽ വർക്ക് ചെയ്തതാണ്, കാർഡിയോളജിയിൽ. അപ്പോൾ അതിന് മുൻപ് അവിടെ തന്നെ പഠിച്ച് ഒരുപാട് സ്ഥലത്തെ എക്സ്പീരിയൻസ് നമുക്കുണ്ട്. കുറേ വർഷങ്ങളിലല്ല, ടോട്ടൽ 5 വർഷമാണ് ഞാൻ അമലയിൽ ഉണ്ടായിരുന്നത്, പഠനവും ജോലിയും അടക്കം. അപ്പോൾ നമുക്കറിയാം, പഠനത്തിൻ്റെ സമയത്തൊക്കെ വാർഡുകളിലൂടെ, ICUകളിലൂടെ, ലേബർ റൂമിലൂടെ, ഓപ്പറേഷൻ തിയേറ്ററിലൂടെ, ഡയാലിസിസ് യൂണിറ്റിലൂടെ എല്ലാത്തിലൂടെ നമുക്ക് ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടുള്ള ഒരു സെഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം അങ്ങനെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് അവിടെ ആ ഭാഗത്തൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യം സ്ട്രെസ് മാനേജ്മെൻറ്റ് എങ്ങനെ സ്പിരിച്വൽ മെത്തേഡ്സിലൂടെ നമുക്ക് കണ്ടെത്താം എന്നുള്ളതാണ്. ശരിക്ക് നേഴ്സസിനെ നമുക്ക് പെട്ടെന്ന് പറയുമ്പോൾ നൈറ്റിംഗേലിൻ്റെ ഫിഗറല്ല ഓർമ്മ വരിക. അതൊരു സ്പിരിച്വൽ ഡ്യൂട്ടിയാണ്. ഒരു സ്പിരിച്വൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് അതിൽ നിലനിന്ന് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്കറിയാം, കുറേ പേരൊക്കെ നഴ്സിംഗ് പഠിച്ചതിന് ശേഷവും ഈ പ്രൊഫഷൻ ഉപേക്ഷിച്ച് പോകുന്നവരുണ്ട്. കാരണം ഒരു സ്പിരിച്വൽ ബാക്കപ്പ് ഇല്ലെങ്കിൽ നമുക്കിത് മുന്നോട്ട് പോകാൻ പറ്റില്ല. പല കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടാവും. എനിക്ക് 1-2 പ്രാക്ടിക്കലായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഈ ഞാൻ അന്നായിരുന്ന നാടുകളിൽ ഇപ്പോൾ കുറേ വർഷമായി എന്നൊക്കെ വിട്ടിട്ട് സെമിനാരി പഠന കാലഘട്ടം, പിന്നെ ഇപ്പോൾ 5 വർഷമായി പട്ടം കിട്ടിയതിന് ശേഷം. അപ്പോൾ അത്രയും നാളത്തെ ഒരു ബാക്ക്വേർഡ് മെമ്മറീസിലേക്ക് ഞാൻ പതുക്കെ ഇങ്ങനെ റിവൈൻഡ് ചെയ്ത് പോവാണ്. അപ്പോൾ ആ സമയത്ത് ഒരു കാര്യമുള്ളത്, നമ്മൾ ഡെയിലി വിശുദ്ധ കുർബാനയ്ക്ക് പോവുകയാണെങ്കിൽ അതിനൊരു പവർ നമുക്ക് വേറെയാണ്. കുർബാനയ്ക്ക് പോയിട്ട് നമ്മളൊരു ശുശ്രൂഷയ്ക്ക് ഇറങ്ങുമ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. ഈ നഴ്സിംഗ് പഠിക്കുന്ന കാലത്ത് നമുക്കറിയാം കുറേ ബുദ്ധിമുട്ടുകളുണ്ട്, അസൈൻമെൻറ്റ്സ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. വീട്ടിലായാലും നമ്മുടെ വീട്ടിലെ പ്രഷറുകളൊക്കെ ഉണ്ട്. എന്നിട്ടാണ് നമ്മൾ ജോലിക്ക് വരുന്നത്. ഒരു പുഞ്ചിരി നമ്മുടെ മുഖത്തില്ലെങ്കിൽ എത്രയോ വിരസമായിരിക്കും ഈ ഒരു ജോലി. അതായത് ഈ ഒരു നഴ്സിനെ ഒരു രോഗി കാണുമ്പോൾ ഈ മുഖത്ത് ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടൊരു ദേഷ്യപ്രകൃതിയോ അല്പം ഒരു റഫായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അത് ആ ഹീലിംഗ് പ്രോസസ്സിനെ തന്നെ ബാധിക്കും. നമുക്ക് നന്നായിട്ട് അറിയാം, അല്ലേ? അപ്പോൾ നല്ല ഹെൽത്തി ബോഡി വേണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഹെൽത്തി മൈൻഡ് വേണം. അപ്പോൾ നമ്മളാണ് ആ മൈൻഡ് ശരിയാക്കി എടുക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ മരുന്നുകൾക്കൊക്കെ കൂടുതൽ ഇഫക്റ്റീവ്നെസ് ഉണ്ടാവുള്ളൂ. ഒരു പ്രത്യേക കാര്യം എനിക്ക് പറയാനുള്ളത്, ചില സമയത്തൊക്കെ ഞാനിങ്ങനെ ഇഞ്ചെക്ഷൻസ് ഒക്കെ ഇങ്ങനെ ലോഡ് ചെയ്യില്ല, നമ്മൾ ഡിസ്റ്റിൽ വാട്ടറൊക്കെ വെച്ച് മിക്സ് ചെയ്തതിന് ശേഷം സിറിഞ്ചിൽ ഇങ്ങനെ ലോഡ് ചെയ്യുമ്പോൾ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ ഈ ഒരു മെഡിസിനിൽ ഈശോയുടെ തിരുരക്തം നീ കലർത്തണമേ, ആ തിരുരക്തത്തിൻ്റെ ശക്തി ഈ രോഗിക്ക് ഒരു ഔഷധ ഗുണമായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഇതൊരു നല്ല പ്രയോറിറ്റി എനിക്ക് തോന്നുകയാണ്. അതുപോലെ ഒരു രോഗിക്ക് ഒരു മെഡിസിൻ കൊടുക്കുമ്പോൾ കർത്താവെ നിന്റെ തിരുശരീരം ആത്മാവിനുള്ള ഔഷധമാണെങ്കിൽ ഈ മരുന്ന് ഈ രോഗിയുടെ ഭൗതിക ശരീരത്തിനുള്ള ഒരു ഔഷധമാണ്, ഇതിലേക്ക് നിന്റെ തിരുശരീരത്തിൻ്റെ ശക്തി കൂടി കൊടുക്കണമേ. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അതിനൊരു എഫക്റ്റ് വ്യത്യാസമുണ്ട്. നമ്മളൊരു സ്പിരിച്വൽ ഓറിയൻറ്റേഷനിലോട് കൂടെ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനുള്ള ഒരു ഇഫക്റ്റ്, നേരത്തെ പറഞ്ഞ പോലെ കോൺസിക്വൻസസ് ഒക്കെ ഭയങ്കര നല്ലതായിരിക്കും, നല്ല കാര്യങ്ങളായി വരിക. അപ്പോൾ ഓരോ ദിവസവും ഓരോ രോഗിയുടെ അടുത്തേക്ക് പോകുമ്പോഴും ഒരു മൊമെൻ്ററി പ്രയർ, എനിക്കതാണ് പറയാനുള്ളത്, ഒരു മൊമെൻ്ററി പ്രയർ. ആ സമയത്ത് സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്ന പ്രയർ. ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത്? ഏറ്റവും പ്രധാനപ്പെട്ടത് പരിശുദ്ധാത്മാവിനോടാണ്. പരിശുദ്ധാത്മാവാണ് ഇന്ന് നമ്മെ നയിക്കുന്നത്,
വിശുദ്ധീകരിക്കുന്നത്, പവിത്രീകരിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സഹായമാണ് നമുക്ക് ദൈനംദിന പ്രവർത്തക പ്രസാദങ്ങൾ നൽകുന്നത്. ഡെയിലി റുട്ടീനിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, പ്രോംപ്റ്റ്നെസ്, പ്രൂഡൻസ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നഴ്സിങ്ങിന് ആവശ്യമാണ്. ഒബ്സർവേഷൻ സ്കിൽ, അതൊക്കെ ആവശ്യമാണ്. ഇതൊക്കെ തരുന്നത് പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് ഡെയിലി രാവിലെ എണീക്കുമ്പോഴും ഡ്യൂട്ടിക്ക് മുൻപും ഡ്യൂട്ടിക്ക് ഇടയിലും ഇടയ്ക്കിടയ്ക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടാവണം. പരിശുദ്ധാത്മാവെ, ഇന്നത്തെ എൻ്റെ ഈ ഒരു ശുശ്രൂഷ ഭംഗിയാക്കണം എന്നുള്ളൊരു മൊമെന്ററി പ്രയർ, സ്പോണ്ടേനിയസ് ആയിട്ട് നമുക്ക് വരുന്ന പ്രസന്റ്, ആ ഒരു പ്രസന്റ് ടൈമിൽ നമുക്ക് വരുന്നൊരു പ്രാർത്ഥന, അത് കൂടെ ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഞാനിപ്പോൾ അച്ഛനായതിനു ശേഷം അതെ ചിലപ്പോൾ പെട്ടെന്ന് ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് ഒരു പ്രസംഗം പറയേണ്ടി വരികയാണ്. അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ ഒരുങ്ങാതെ എന്തെങ്കിലും കാര്യങ്ങൾ പെട്ടെന്ന് നമ്മൾ ഓഫൻഡായിട്ട് പറയേണ്ടി വരികയാണെങ്കിൽ ഞാൻ വിളിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവാണ് ജ്ഞാനം, ബുദ്ധി, ആലോചന, ആത്മശക്തി, അറിവ്, ഭക്തി, ദൈവഭയം എന്ന ദാനങ്ങൾ നമുക്ക് നൽകുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും, അത് ഉറപ്പാണ്. അതുകൊണ്ട് മൊമെന്ററി പ്രയർ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ നമ്മൾ കുർബാനയ്ക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ അതിൻ്റെ പവർ വ്യത്യാസമുണ്ട്. പിന്നീട് നമ്മുടെ ഇപ്പോൾ ഞാൻ അമരയിലാണ് പഠിച്ചത്. അപ്പോൾ അമരയിലെ ഒരു ചാപ്പലുണ്ട്, റൗണ്ട് ചാപ്പൽ. അപ്പോൾ അതിന് മുകളിൽ ഒരു ചാപ്പലിന് താഴെയുണ്ട്. മുകളിലൊരു അഡോറേഷൻ ചാപ്പലാണ്. ഫ്രീ ടൈമിലൊക്കെ പല നഴ്സുമാർ അവിടെ പോയിരുന്ന് ആരാധനയുടെ മുമ്പിൽ ഇങ്ങനെ ഇരുന്ന് സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനൊരു നഴ്സിനോട് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ നഴ്സ് പറഞ്ഞു, ഞാൻ ഇന്ന് കണ്ടുമുട്ടിയ പല പേഷ്യൻസിനെയും കർത്താവിന് കൊടുക്കുകയാണ് അവിടെ പോയിരുന്നിട്ട്. ഇന്ന് കണ്ടുമുട്ടിയ പല പേഷ്യൻസിനെയും കർത്താവിന് കൊടുക്കുന്നു, ഒപ്പം എൻ്റെ ജീവിത നിയോഗങ്ങളും കൂടി അതിനോടൊപ്പം ചേർത്ത് വെക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഒരു ആരാധനയോട് കൂടിയിട്ടൊക്കെ നമ്മുടെ ഈ നഴ്സസ് മിനിസ്ട്രി കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിൽ പരം വേറെ ഒരു നല്ല ശുശ്രൂഷ എന്താണല്ലേ. ഇതൊരു മഹനീയമായ ഉദാത്തമായ ശുശ്രൂഷയാണ്. പ്രാക്ടിക്കൽ ടിപ്സ് എന്ന് പറഞ്ഞാൽ കുറേ അധികം കാര്യങ്ങൾ എനിക്ക് പറയാനില്ല. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ഞാൻ പലതും പ്രാക്ടീസ് ചെയ്തിരുന്നതാണ്. നേരത്തെ സിറിഞ്ചിൽ ലോഡ് ചെയ്യുന്ന കാര്യം, മെഡിസിൻ കൊടുക്കുന്ന കാര്യം, പെട്ടെന്നൊരു പേഷ്യൻറ്റിന് ക്രാഷായി, പെട്ടെന്നൊരു പേഷ്യൻ്റ് ബുദ്ധിമുട്ടിലേക്ക് വന്നു, ഡിസ്ട്രെസ് അടിച്ചു. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് കർത്താവ് വിവേകം തരണമേ, പ്രൂഡൻസ് തരണമേ. അവരോട് ശരിക്കും പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കുന്നത് കേട്ടോ. കർത്താവ് ഞാൻ പെട്ടെന്ന് പറഞ്ഞതാണ്, പരിശുദ്ധാത്മാവോട് കൂടുതൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പരിശുദ്ധാത്മാവെ, എനിക്ക് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു പ്രൂഡൻസ് തരണമേ, പ്രോംപ്റ്റ്നെസ് തരണമേ, ഒരു കൃത്യമായിട്ട് എന്തൊക്കെ സമയത്ത് ചെയ്യണം, ആ ഫാസ്റ്റായിട്ട് ഭംഗിയായിട്ട് വൃത്തിയായിട്ട് ചെയ്യാൻ, തെറ്റൊന്നും കൂടാതെ ചെയ്യാനുള്ള കൃപ തരണമെന്ന് ഇടയ്ക്കിടയ്ക്ക് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദാറ്റ്സ് ഇനഫ്. ആൻഡ് ഹോളി സ്പിരിറ്റ് വിൽ ഗൈഡ് us, ലീഡ് us, enlighten us. അപ്പോൾ അതുകൊണ്ട് ഈ പരിശുദ്ധാരൂപിയിൽ കേന്ദ്രീകൃതമായ പരിശുദ്ധാത്മാ ചൈതന്യത്തിൽ നിറഞ്ഞ ഒരു നഴ്സിംഗ് ശുശ്രൂഷയാണെങ്കിൽ അത് ഫലമണിയും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കി മൈനർ എറേഴ്സൊക്കെ നമ്മുടെ ഭാഗത്ത് വന്നു പോവാം, അതൊക്കെ കവറപ്പ് ചെയ്യാൻ ഈ പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടാകാൻ മതി. അതല്ലെങ്കിൽ ചില സമയത്ത് നമുക്കറിയാം, ദൈവമേ ഞാനത് വിട്ടുപോയ കാര്യമാണ്, ചിലപ്പോൾ പല കാര്യങ്ങളും വിട്ടുപോകും. പക്ഷെ പരിശുദ്ധാത്മാവ് മറ്റു രീതിയിൽ അതിനെ ക്രമീകരിച്ചു വന്ന അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഞാൻ വിട്ടുപോയാലും അത് വേറെ രീതിയിൽ ബാക്കപ്പ് ചെയ്ത് കവറപ്പ് ചെയ്ത് വരുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് സോ വി ഷുഡ് മൂവ് ഇൻ സ്പിരിറ്റ്, ഒരു സ്പിരിറ്റ് ഫിൽഡ് ലൈഫ്, ഹോളി സ്പിരിറ്റ് ഫിൽഡ് ആയിട്ടുള്ള ഒരു ലൈഫ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വേറെ അധികം നമ്മൾ തലകുത്തി മറിയേണ്ട ആവശ്യമൊന്നുമില്ല. ഹി വിൽ ഗൈഡ് us. എനിക്ക് നേഴ്സായിട്ട് ശുശ്രൂഷ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാണ് അപ്പുറത്തേക്ക് ഒരു കോളിൽ ദൈവം വിളിച്ചപ്പോൾ പിന്നെ നമ്മൾ നഴ്സിംഗ് ഉപേക്ഷിക്കേണ്ടി വന്നതാണ്. എന്നാലും ബേസിക്കലി നഴ്സുമാരോട് എനിക്ക് നല്ല ഇഷ്ടമാണ്. എനിക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ കുഞ്ഞു നഴ്സിംഗ് ആക്ടിവിറ്റീസ് ഞാൻ ചെയ്യാറുണ്ട്. ചിലപ്പോൾ ബ്ലഡ് എടുക്കാറുണ്ട്, ചിലപ്പോൾ BP നോക്കാറുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഡിസ്ട്രെസ് വരും പെട്ടെന്ന് എന്നെ വിളിക്കും, അച്ഛാ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇടവകയിൽ, ആരെങ്കിലും അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ നമ്മൾ പെട്ടെന്ന് പോകും. ചിലപ്പോൾ CPR കൊടുക്കേണ്ടി വരാം. അപ്പോൾ അതല്ലെങ്കിൽ ചിലപ്പോൾ റാൻഡമായിട്ട് ബ്ലഡ് ഷുഗർ നോക്കേണ്ടി വരാം. അങ്ങനെയൊക്കെ പലതും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബ്ലഡ് എടുക്കാൻ പോകാനായാലും പിന്നെ ചില ഇഞ്ചെക്ഷൻസ് കൊടുക്കാനൊക്കെ ആയിട്ട് എന്നെ വിളിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ സന്തോഷത്തോടെ ചെയ്തു വരുന്നു. ഇതിൻ്റെ കൂടെ തന്നെ സൈഡായിട്ട് കേട്ടോ, അതായത് ഒരു പ്രൊഫഷൻ്റെ ഭാഗമായിട്ടല്ല, ഒരു ശുശ്രൂഷ പോലെ ആവശ്യമുള്ളത് ചെയ്തു വരുന്നു. അപ്പം അങ്ങനെ എല്ലാവിധ ആശംസകളും എല്ലാ നഴ്സുമാർക്കും നേരുകയാണ്. നമ്മളൊക്കെ ഒരു ടീമാണ്. ഞാനും നിങ്ങളോട് കൂടെയുണ്ട്. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്, ഓൾ ദി ബെസ്റ്റ് ആൻഡ് മേ ഗോഡ് ബ്ലെസ് യു ആൻഡ് ദ സ്പിരിറ്റ് ഗൈഡ് യു. താങ്ക് യു ഫാദർ. അച്ഛൻ്റെ വാക്കുകൾ ഞങ്ങൾക്കൊരു ബ്ലെസ്സിങ് ആണ്, മോട്ടിവേഷനാണ്. താങ്ക് യു സോ മച്ച്. ഞാനൊരു കാര്യം പറയട്ടെ സാജ, ഏറ്റവും കാമ്പുള്ള വൃക്ഷം താഴ്വരയിലെ വൃക്ഷമല്ല, മറിച്ച് എല്ലാ കാലാവസ്ഥയെയും പ്രതിരോധിച്ച് കാറ്റിനെയും മഴയെയും അതിജീവിച്ച് മലമുകളിൽ നിൽക്കുന്ന വൃക്ഷമാണ്. നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ വരാം, പ്രക്ഷുബ്ധമായ അവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോകാം. എന്നിരുന്നാലും ഈ സഹനാനുഭവങ്ങളാണ് നമ്മളെ കാമ്പുള്ളവരാക്കി മാറ്റുന്നത്. ശരിയാണ് ചേച്ചി. ചിപ്പിക്കുള്ളിലെ മണത്തരി ഒരു പവിഴമുത്തായി മാറുന്നത് പോലെ
ഞാനൊരു ചെറിയ കഥ കൂടി പറഞ്ഞ് ഈ ടോപ്പിക് അവസാനിപ്പിക്കുകയാണ്. ഒരു താമരപ്പൂവിൻ്റെയും വണ്ടിൻ്റെയും കഥയാണ്. ഒരിക്കൽ ഒരു വണ്ട് താമരപ്പൂവിനുള്ളിൽ തേൻ കുടിക്കാനായി കടന്നു. സന്ധ്യയാകുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ആ താമരപ്പൂവ് കൂമ്പിപ്പോവും. അപ്പോൾ താമരപ്പൂവ് വണ്ടിനോടായി പറഞ്ഞു, എൻ്റെ ഇതളുകളിൽ ഒരു ദ്വാരമിട്ട് രക്ഷപ്പെട്ടുകൊള്ളുക. പക്ഷേ വണ്ട് താമരപ്പൂവിനോട് പറഞ്ഞത്, നിന്നെ വേദനിപ്പിച്ചുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യണ്ട എന്നാണ്. അങ്ങനെ താമരപ്പൂവും വണ്ടും പരസ്പരം വേദനിപ്പിക്കാതെ സംസാരിച്ചിരിക്കവേ അതിലൂടെ ഒരു ആന വന്നു താമരപ്പൂവിനെയും വണ്ടിനെയും ചവിട്ടിയരച്ചു. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മൾ എത്ര നന്നായി ജീവിച്ചാലും, നമ്മൾ എത്ര സ്ട്രെസ്സിനെ ഓവർകം ചെയ്താലും നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം വന്നുകൊണ്ടേയിരിക്കും. എന്നാൽ നമ്മൾ ഈശോയോടൊത്ത് ജീവിക്കുമ്പോൾ, ഈശോയോടൊത്ത് ആയിരിക്കുമ്പോൾ അതിനെയെല്ലാം നേരിടാനുള്ള വഴി ഈശോ നമുക്ക് കാണിച്ചു തരും. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധനായി വിശുദ്ധയായി തീരട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.